എന്തുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് സബ്സിഡിങ് നടക്കാനുള്ള കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു റിസർച്ച് നടത്തി സയൻസിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുണ്ടായി. അത് പറയുന്നത് ചൈനയിൽ ലാൻഡ് സിങ്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈസ്റ്റ് ചൈന സിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2100 കൂടി ചൈനയുടെ തീരപ്രദേശങ്ങൾ സീ ലെവലിൻ്റെ താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ലാൻഡ് സബ്സിഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡ് സബ്സിഡിങ് മെയിനായിട്ട് എവിടെയൊക്കെ നടക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ ചൈനയിലെ മേജർ ടൗൺസ് എല്ലാം തന്നെ എല്ലാ വർഷവും 3 mm വെച്ചാണ് കുറയുന്നതെങ്കിൽ ബീജിങ്ങിൽ ഏകദേശം 45 mm ആണ് ഈ ഭൂമി താഴേക്ക് പോകുന്നത്. അപ്പോൾ ഈ അർബൻ ചൈനയിലെ പോപ്പുലേഷൻ നമുക്കറിയാം, ചൈന എന്ന് പറയുമ്പോൾ തന്നെ വേൾഡിലെ സെക്കൻഡാണ് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത്. ഈ അർബൻ ചൈനയിൽ ഏകദേശം 900 മില്യൺ ആണ് ആൾക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഭൂമിയിലുള്ള ഈ വെച്ചുള്ള വേരിയേഷൻസ് ആണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് അവിടെ ഉള്ളവരെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പറയുന്നത് നമ്മുടെ ടിയാൻജിൻ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 15 മില്യൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയനെ വേഴ്സ്റ്റ് അഫക്റ്റഡ് ഏരിയ ആയിട്ടാണ് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരു ദിവസം ഉണ്ടായ ഒരു ഭൂഗർഭ ദുരന്തം മൂലം ഏകദേശം 3000 ആൾക്കാരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി താമസിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഈ ലാൻഡ് സബ്സിഡിങ്ങിലേക്കാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് സബ്സിഡിങ് നടക്കാനുള്ള കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പോപ്പുലേഷൻ അത്രയും കൂടുന്നതിനനുസരിച്ച് ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ അളവും കൂടും. പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, അതും ഭയങ്കര ഗ്രോത്ത് എന്ന് പറയുന്നത് ഫാസ്റ്റാണ് അവിടുത്തെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ. അപ്പം പെട്ടെന്ന് ഇത്രയും കെട്ടിടങ്ങൾ വരികയും ഗ്രൗണ്ട് വാട്ടറിൻ്റെ എക്സ്ട്രാക്ഷൻ കൂടുകയും താഴെ വെള്ളം ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇല്ലാണ്ടാവുന്നതിനനുസരിച്ച്, അതായത് ഗ്രൗണ്ട് ലെവൽ വാട്ടർ ലെവൽ കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് ഓരോരോ പിറ്റുകളായിട്ട്, അതായത് എംപ്റ്റി സ്പേസ് ആയിട്ട് ഭൂമിക്കടിയിൽ ക്രസ്റ്റിൽ ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും ബിൽഡിങ്സ് വരുമ്പം അത്രയും വെയിറ്റും കൂടി, അതായത് എംപ്റ്റി സ്പേസ് താഴെയും മുകളിൽ ഇത്രയും വെയിറ്റൂടെ വരുമ്പം ഭൂമിക്ക് അത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മൈനിങ്ങും എക്സ്ട്രാക്ഷൻ ഓഫ് കോൾ അതൊക്കെ അവിടെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എഫക്റ്റ് ചെയ്തിട്ട് ഭൂമിക്കടിയിലെ ക്രസ്റ്റിൽ ഒരുപാട് എംപ്റ്റി സ്പേസസ് ആണ്. അതുകൊണ്ടാണ് ഈ ഭൂമി ഇരുന്നല്ലെങ്കിൽ താഴേക്ക് സിങ്ക് ചെയ്യുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം. ഇനി ഒരു ലാൻഡ് സബ്സിഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചൈനയിൽ മാത്രമാണോ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതൊരു പെട്ടെന്ന് ഉണ്ടായതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ലോകത്തിലെ തന്നെ മിക്ക രാജ്യങ്ങളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും തന്നെ പല സ്ഥലങ്ങളും ഈ ഒരു ലാൻഡ് സബ്സിഡിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ എങ്ങനെ ചില രാജ്യങ്ങളൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ടോക്കിയോയിൽ 1970s പറയുന്നത് 5 mm സബ്സിഡി ചെയ്തപ്പോൾ അവരവിടെ ഒരു റൂള് കൊണ്ടുവന്നു. അതായത് ഫർദർ ഇനി ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വെളിയിൽ ആർക്കും വെള്ളം എടുക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട വെള്ളം നിയർ ബൈ ഏരിയാസ് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നത് വഴി ഒരു പരിധി വരെ ആ സബ്സിഡിങ്ങിനെ അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്ന്. അപ്പോൾ ഇപ്പോഴും പക്ഷേ ഈ ഒരു റിസർച്ച് പേപ്പറൊക്കെ വന്നതിന് ശേഷവും ചൈന ഇതുവരെ എന്താണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യാമെന്നൊന്നും അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നു? 2 മെത്തേഡ്സ് ആണ് മെയിൻലി, അതായത് ഈ ലാൻഡ് സബ്സിഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ റീചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെള്ളമില്ലാത്ത കിണർ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ പലരും ചെയ്യുന്നുണ്ട്. അതായത് മഴവെള്ളം വരുന്നത് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് കുഴൽക്കിണറ്റിലേക്ക് മിക്കവരും തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ റീചാർജിങ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റീചാർജിങ്, അതായത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് വെള്ളത്തിനെ പമ്പ് ചെയ്ത് വിടുക. ഒന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡീപ്പ് സോയിൽ മിക്സിങ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള സോയിലാണ് ഭൂമിയുടെ അടിയിൽ, അതായത് ഒരു ബിൽഡിംഗ് എന്തെങ്കിലും കെട്ടുന്നതിന് മുമ്പ് വീക്കായിട്ടുള്ള സോയിലാണെങ്കിൽ അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബൈൻഡർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതിനെ സ്ട്രോങ് ആക്കിയതിന് ശേഷം കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകും. അപ്പം നിലവിൽ ഈ ഒരു 2 എണ്ണമാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയാണ് ചൈനയുടെ ലാൻഡ് സബ്സിഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.